വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ബില്ലിന് ഇസ്രായേൽ പാർലമെന്റിന്റെ പ്രാഥമിക അംഗീകാരം. ബിൽ നിയമമാകുന്നതിന് ഇനിയും 3 വോട്ടെടുപ്പുകൾ കൂടി ആവശ്യമാണ്. ബില്ലിനെ അപലപിച്ച് പലസ്തീനും അറബ് രാജ്യങ്ങളും രംഗത്തു വന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ലിക്വിഡ് പാർട്ടിയുടെയും എതിർപ്പിനെ അവഗണിച്ചായിരുന്നു പാർലമെന്റായ നെസറ്റിലെ വോട്ടെടുപ്പ്. പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധ കമ്മിറ്റിയിൽ കൂടുതൽ ചർച്ചകൾക്കായി ബിൽ ഇനി കൈമാറും. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ദ്വിരാഷ്ട്ര പരിഹാരത്തെ അട്ടിമറിക്കുന്നതാണ് പുതിയ നടപടി. ഭരണസഖ്യത്തിലെ ഇറ്റാമർ ബെൻ ഗീറിന്റെ ജൂയിഷ് പവർ പാർട്ടിയും ബസലേൽ സ്മോട്രിച്ചിന്റെ റിലീജിയസ് സയനിസം വിഭാഗവും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു. മാലെ അദുമിൻ സെറ്റിൽമെന്റ് പിടിച്ചെടുക്കാൻ നിർദ്ദേശിക്കുന്ന ബില്ലും പാർലമെന്റിൽ ഇന്നലെ പാസായി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രായേൽ സന്ദർശിക്കുന്ന വേളയിലാണ് ഇസ്രായേൽ പാർലമെന്റിൽ വോട്ടെടുപ്പ് നടന്നത്. ഇസ്രായേൽ പാർലമെന്റിന്റെ നടപടിയെ അമേരിക്ക പിന്തുണയ്ക്കില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയവും ഹമാസും ഖത്തറും സൗദി അറേബ്യയും ജോർദാനും ബില്ലിനെ ശക്തമായി അപലപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.